മഴതോരും മുമ്പേൽ പൗലോസ് മുഖേന അലീനയ്ക്ക് വിഷം നൽകി റീത്ത. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴതോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. അതായത് റീത്തയാണെങ്കിൽ സ്വത്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ അലീനയെ ഇല്ലാതിരിക്കാൻ വരെ ശ്രമിക്കുന്നൊരു കാഴ്ച, അലീനയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് ചിന്തിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നു. അലീന ജീവിതത്തിൽ, അതായത് സ്റ്റാലിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ പിന്നെ തങ്ങൾക്കൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല എന്ന് ചിന്തിക്കുന്ന ടീമുകളാണ് നമ്മുടെ റീത്തയും റീത്തയുടെ സഹോദരങ്ങളും. അതുകൊണ്ട് തന്നെ അവർ ആ വഴിക്ക് ചില നീക്കങ്ങൾ നടത്താനായിട്ട് പോവുകയാണ് എന്ന് കാണാം. ഇതേസമയം റീത്തയാണെങ്കിൽ സഹോദരങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, അവിടെ ആ പൗലോസിനാണെങ്കിൽ ഈ അലീന എന്ന പെണ്ണിനെ വലിയ ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല എന്നും, അവളെ ഉപയോഗിച്ച്, അതായത് ആ പൗലോസിനെ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ആർക്കെതിരെ, അലീനയ്ക്കെതിരെ യുദ്ധം ചെയ്യാമെന്നും പറയുകയാണ്. പൗലോസിനോട് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അവനെ നിലയ്ക്ക് നിർത്താനൊക്കെ അവൾ ശ്രമിച്ചു തുടങ്ങി എന്നാണ്. പക്ഷേ അവൻ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുത്തില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ. എന്തായാലും പൗലോസിനെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അവൻ ചിലപ്പോൾ നമ്മുടെ സൈഡിൽ നിൽക്കുമെന്ന് പറയുന്നു? റീത്ത പറയുകയാണ്. എൻ്റെ ചേച്ചി ഇത് വല്ലാത്ത ട്രാപ്പാവൂട്ടോ, അവസാനം ചേച്ചി കുടുങ്ങൂട്ടോ എന്ന് പറയുമ്പോൾ, ഞാൻ കുടുങ്ങാനൊന്നും പോകുന്നില്ല, എനിക്കറിയാം എങ്ങനെയൊക്കെ ഇതിൽ നിന്ന് ഊരി വരാൻ കഴിയുമെന്ന്. നീ പേടിക്കൊന്നും വേണ്ട, ഞാനെല്ലാം ശരിയാക്കിക്കോളാം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ആദ്യം തന്നെ റീത്താമയാണെങ്കിൽ എപ്പിസോഡിൻ്റെ തുടക്കം ചർച്ച ചെയ്ത് അവരാണെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ്റെ വീട്ടുകാരെ വിവരം അറിയിക്കാൻ പറയുകയും കൊട്ടാരമറ്റത്തിലെ നമ്മുടെ സഹോദരനെ വിളിക്കുകയും ചെയ്യുകയാണ് റീത്ത. തുടർന്ന് സഹോദരന് ഒരുപാട് നാണം കെടുത്തുകയും ആട്ടിത്തുപ്പുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൊട്ടാരമറ്റത്തുകാർ വലിയ സൽപ്പേരൊക്കെ പറഞ്ഞിട്ട് ഇതാണോ നിങ്ങളുടെ മഹിമ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം നമ്മുടെ റോബിനെ നാണം കെടുത്തുകയാണ്. ഇതേസമയം റോബിന് നല്ല രീതിയിൽ അഭിമാനക്ഷതം സംഭവിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അഭിമാനക്ഷതം സംഭവിച്ച റോബിൻ അപ്പനായ അവധക്കുട്ടിയോട് പറയാണ്, അപ്പാ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഞാൻ കേൾക്കുന്നതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുന്നു. എന്താ നീ കേട്ടത് റോബി, അതാദ്യം പറയ് എന്ന് പറയുമ്പോൾ അപ്പൻ ആ ഏട്ടൻ്റെ മോളുമായിട്ട് ഉല്ലസിച്ച് ആർഭാടം നടത്തിയാണോ വന്നത് എന്ന് ചോദിക്കുന്നു. അല്ലടാ, ഇത് നിന്നോട് ആരാടാ പറഞ്ഞത് ഈ കാര്യമൊക്കെ? എന്തായാലും സ്റ്റാലിനെയും അലീനയും ആരും വിളിച്ച് പറയാനായിട്ട് വഴിയില്ല. പൗലോസാണോ അതോ ആ അൻ്റപ്പനാണോ എന്ന് ചോദിക്കുകയാണ്. അവരാരുമല്ല വിളിച്ച് പറഞ്ഞത്, റീത്താമ്മയാണ് എന്ന് പറയുമ്പോൾ അവർ വളരെയധികം ദേഷ്യത്തിലാണെന്നും എല്ലാ സ്വത്തുക്കളും കൈക്കലാക്കാനുള്ള ഒരു തന്ത്രത്തിലാണ് അവരെന്നും പറയുകയാണ് കേട്ടോ നമ്മുടെ റോബി. ഇതേ സമയമാണെങ്കിൽ സ്വത്തും ചോദിച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് യാതൊരു കാര്യമില്ല, അവൻ സ്വത്ത് പോയിട്ട് 1 രൂപ പോലും കൊടുക്കാനായിട്ട് യാതൊരു വഴിയുമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയൂട്ടോ. അവന് അത്രയും ദേഷ്യമുണ്ട് ഈ റീത്ത എന്ന് പറയുന്ന സ്ത്രീക്ക്. ഇതെടുത്ത് ഈ റീത്ത എന്ന് പറയുന്ന സ്ത്രീയാണെങ്കിൽ സത്യം പറഞ്ഞാൽ സ്റ്റാലിനെ ഉപദ്രവിക്കുകയല്ലേ ചെയ്തത്. ഇപ്പോഴാണെങ്കിൽ നമ്മളെ നാണം കെടുത്തി അവനെതിരെ തിരിക്കാനായിട്ട് നോക്കുന്നു. സത്യം പറഞ്ഞാൽ അവരൊരു ദുഷിച്ച സ്ത്രീയാണെന്ന് ഉദക്കുട്ടി പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യമൊന്നും നോക്കാനായിട്ട് നിൽക്കണ്ട എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അവർ പല സ്വഭാവമുള്ളവരാണ്, പല ചന്തയ്ക്ക് പിറന്നതിൻ്റെ ഗുണമാണ് അവർ കാണിക്കുന്നത്. അതിനിപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് നമ്മുടെ ഉദക്കുട്ടി പറയുന്നുണ്ട്. എന്തായാലും നീ പേടിക്കൊന്നും വേണ്ട, ആ സ്റ്റാലിൻ്റെ മകളുകൊണ്ട് സ്റ്റാലിനോ നമുക്കോ യാതൊരു ദോഷവും ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ നമ്മുടെ അലീനയ്ക്ക്
എങ്ങനെയെങ്കിലും ഓട്ടിക്കാൻ, അലീനയെ ഓട്ടിക്കണമെന്നുള്ളൊരു ചിന്ത റീത്തയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് തന്നെ റീത്തയാണെങ്കിൽ അലീനയ്ക്ക് വിഷം കൊടുത്ത് ഓടിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. അതിനായിട്ട് പൗലോസിനെ സമീപിക്കുന്നുണ്ട്, പൗലോസിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പൗലോസാണെങ്കിൽ ആദ്യം സമ്മതിക്കില്ല കേട്ടോ. ഒടുവിൽ പണം ഒരുപാട് ഓഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പൗലോസ് സമ്മതിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഏൽക്കണമെന്നും പൗലോസ് റീത്തയോട് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അങ്ങനെ വയ്യാത്ത അലീനയ്ക്ക് പൗലോസ് എന്ത് ചെയ്യുന്നു, ചെറിയ രീതിയിൽ വിഷം കൊണ്ട് കൊടുക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്ത് സംഭവിക്കുന്നൊക്കെ കണ്ടു കാണണം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ്. കൂട്ടുകാരെ, പ്രേക്ഷകരെ, ഇതൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണെന്ന് ഓർമ്മിപ്പിക്കുന്നു.